ഹലോ എവറിവൺ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈഗൻ വാല്യൂസും ഈഗൻ വെക്റ്റേഴ്സാണ്. സോ ഓക്കെ, അപ്പോൾ ഈഗൻ വാല്യൂസ് ഈഗൻ വെക്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ അക്കാഡമിക്സിൽ തന്നെ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നമ്മൾ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ പേരാകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. സോ ബേസിക്കലി നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ബേസിക്കലി റിവോൾവ് ചെയ്യുന്നത് വെക്റ്റേഴ്സുമായിട്ട് തന്നെയാണ്. സോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ള ഡെഫിനേഷൻ നമ്മൾ റീഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാൻ ലേശം പാടാണ്. സോ നമ്മുടെ ഈ സപ്പോസ് നമുക്ക് വി എന്ന് പറഞ്ഞൊരു വെക്റ്ററുണ്ട്. ആ വെക്റ്ററിൻ്റെ ലെറ്റ്സ് നമുക്കിതാണ് നമ്മുടെ വെക്റ്റർ എന്ന് വയ്ക്കാം. ഓക്കെ, ഈ വെക്റ്ററിനെ നമ്മൾ എന്ത് ചെയ്യുക, സ്പേസ് ഇതിപ്പോൾ നമ്മൾ ഈ വൈറ്റ് ബോർഡ് എന്ന് പറയുന്ന സംഭവം, വൈറ്റ് ബോർഡിൽ ഇരിക്കുന്ന ഒരു വെക്റ്ററാണ് ഈ വി വെക്റ്റർ അല്ലേ. ഈ വി വെക്റ്റർ എന്ന് പറയുന്നത് വൈറ്റ് ബോർഡിലിരിക്കുന്ന ഒരു വെക്റ്റർ. അപ്പോൾ ഇത് നമ്മൾ ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാൾക്ക് വേണമെങ്കിൽ ഈ വെക്റ്ററിനെ നമുക്ക് എവിടെ വേണോ കൊണ്ട് പ്ലേസ് ചെയ്യാം. ഈ വി വെക്റ്റർ എന്ന് പറഞ്ഞ വെക്റ്ററിനെ ഇവിടെ പ്ലേസ് ചെയ്യാം, ഇവിടെ പ്ലേസ് ചെയ്യാം, ഇവിടെ പ്ലേസ് ചെയ്യാം, ഇവിടെ പ്ലേസ് ചെയ്യാം, ഇവിടെ പ്ലേസ് ചെയ്യാം. എന്നാലും ഒരു മാറ്റം ഉണ്ടാകത്തില്ല. കാരണം ആ വെക്റ്റർ ക്രിയേറ്റ് ചെയ്യുന്ന ഇഫക്റ്റിന് ഒരു ചേഞ്ചും ഉണ്ടാകത്തില്ല. അത് വി വെക്റ്റർ തന്നെയാണ്, അത് പലയിടത്തിരിക്കുന്നത്. പക്ഷേ മാത്തമെറ്റീഷ്യൻസ് എന്ത് ചെയ്യുകയെന്ന് പറഞ്ഞാൽ മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസിന് വേണ്ടിയും എക്സ്പെരിമെൻസിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഈ വെക്റ്ററിനെ കൊണ്ടുവച്ച് എന്ത് ചെയ്യും, ഒരു ഒറിജിനിൽ കൊണ്ടുവയ്ക്കുമെന്ന് പറഞ്ഞു അല്ലേ. അതായത് നമുക്ക് ബേസിക്കലി എളുപ്പത്തിന് വേണ്ടി മാത്രമായിട്ട്. അപ്പോൾ ഈ ഒരു വെക്റ്ററിന് ഒരു മാഗ്നിറ്റ്യൂഡാണ്, ഒരു ഡയറക്ഷനാണ്. അപ്പോൾ ഡയറക്ഷനാണ് ആരോ ആയിട്ട് കാണിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതിൻ്റെ ലെന്താണ് അല്ലേ. അതായത് മോഡ് വെക്റ്റർ മോഡ് വി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു വെക്റ്റർ എന്ത് ചെയ്യും, ബേസിക്കലി അതിൻ്റെ ആക്സിസുമായിട്ട് ആംഗിൾസ് മേക്ക് ചെയ്യും ഒബ്വിയസ്ലി അല്ലേ. അപ്പോൾ ഈഗൻ വെക്റ്റർ എന്ന് പറയുന്ന സംഭവം ബേസിക്കലി ഒരു ടൈപ്പ് ഓഫ് വെക്റ്ററാണ്. അതായത് ഈ വെക്റ്റർ ആക്സിസായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾസിൽ ഒരു ചേഞ്ചും വരത്തില്ല. അതായത് ഈ വെക്റ്റർ ഒരിക്കലും റൊട്ടേറ്റ് ചെയ്യത്തില്ല. ഓക്കെ, എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക ഒരിക്കലും ചെയ്യത്തില്ല. അങ്ങനെയുള്ള വെക്റ്റേഴ്സും അത് മാത്രമല്ല ഈഗൻ വെക്റ്റേഴ്സിൻ്റെ പ്രത്യേകത. ഈഗൻ വെക്റ്റേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ വെക്റ്റർ ഒരിക്കലും റൊട്ടേറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞു. അതേപോലെ ഈ വെക്റ്റർ എപ്പോഴും സ്ട്രെച്ച് ചെയ്യുക മാത്രമേ ചെയ്യത്തുള്ളൂ. ഓക്കെ, അതായത് ഈ വെക്റ്റർ കണ്ടോ, ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക മാത്രമേ ചെയ്യത്തുള്ളൂ. അതായത് ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ ഇരുന്ന് കറങ്ങത്തില്ല. അതേപോലെ ഇങ്ങനെ കറങ്ങത്തില്ല. പക്ഷേ ഈ വെക്റ്റർ അതേ ഇതിരുന്നുകൊണ്ട് ഇങ്ങനെ വലുതാവുകയും ചെറുതാവുകയും ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ള വെക്റ്റേഴ്സിനെയാണ് ബേസിക്കലി ഈഗൻ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. അത് എന്തുമാത്രം വലുതാവുകയും ചെറുതാവുകയും ചെയ്യും, അത് എന്തുമാത്രം എന്ന് പറഞ്ഞാൽ ആ വാല്യൂ ഉണ്ടല്ലോ, അത് എന്തുമാത്രം അത് വലുതായി എന്തുമാത്രം അത് ചെറുതായി, ആ ഒരു സ്കെയിലിംഗ് ഫാക്ടർ, ആ സ്കെയിലിംഗ് ഫാക്ടറാണ് നമ്മുടെ ഇവിടുത്തെ എന്താണ് ഈഗൻ വാല്യൂ. ഓക്കെ, അപ്പോൾ സ്കെയിൽ ചെയ്യുകയും പക്ഷേ റൊട്ടേറ്റ് ചെയ്യാത്തയും വെക്റ്റേഴ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഈഗൻ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈഗൻ വെക്റ്റേഴ്സ് അതായത് അവർ ഓൺലി സ്കെയിൽസ് ബട്ട് നെവർ റോട്ടേറ്റ്സ്. ഓക്കെ, ഇതാണ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഈഗൻ വാല്യൂസ്, ഈഗൻ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു മേട്രിക്സിൻ്റെ രീതിയിൽ നമുക്കൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഡെഫിനേഷനിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അതായത് നമുക്കിപ്പോൾ എ എന്ന് പറഞ്ഞൊരു മേട്രിക്സ് ഉണ്ട്. എ എന്ന് പറഞ്ഞാൽ 3x3 മേട്രിക്സ് ആണ്. അത് എക്സ് എന്ന് പറഞ്ഞ ഒരു 3x1 മേട്രിക്സ്. അതായത് നമുക്ക് 3 അൺനോൺസ് ഉള്ള ഒരു സിസ്റ്റമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ രണ്ട് മേട്രിക്സും അതായത് നമ്മൾ AX=B ആണല്ലോ നമ്മൾ ബേസിക് ഫോർമുല അല്ല, ബേസിക് നമ്മുടെ സ്ട്രക്ചർ നമ്മൾ സൊല്യൂഷൻ ചെയ്യുമ്പോൾ ബേസിക് സ്ട്രക്ചർ അങ്ങനെയാണ്, AX=B. അതായത് എക്സും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അതിനെ ഈക്വൽ ടു ബി ആക്കി കഴിഞ്ഞാൽ നമുക്ക് പഴയ ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നെ കിട്ടും. അതിനെ മാട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ 3x3 മേട്രിക്സും 3x1 മേട്രിക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്, 3x1 മേട്രിക്സ് ആണ്. അപ്പോൾ ഈ 3x1 മേട്രിക്സ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു വെക്റ്റർ ഫോർമേഷനിലാണ്. ഒരു 3A B C എന്ന് പറയുന്ന 3 വേരിയബിളുള്ള 3 വാല്യൂസ് തരുന്ന ഒരു വെക്റ്റർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ വെക്റ്റർ നമ്മൾ ഇങ്ങനെ 3x1 ഫോർമാറ്റിലുള്ളൊരു വെക്റ്റർ കിട്ടും. അപ്പോൾ നമുക്ക് ഇതേ വെക്റ്ററിനെ നമുക്ക്
ഈ എക്സിനെ ഒരു സ്കെയിലാർ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുമെന്നാണ് ഈഗൻ വെക്റ്ററിൻ്റെ ഡെഫിനിഷൻ, മാട്രിക്സ് ഡെഫിനിഷൻ. അതായത് നമുക്ക് എയും എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വെക്റ്റർ എന്ന് പറയുന്നത്, അതായത് എക്സിനെ വേറൊരു സ്കെയിലാർ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അങ്ങനെ കിട്ടുവാണെങ്കിൽ, അങ്ങനെ ഒരു ലാംഡ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഈഗൻ വെക്റ്ററാണ്. അതായത് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് എ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെക്റ്റർ എ ഇൻറ്റു എക്സ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്കൊരു വെക്റ്റർ കിട്ടും അല്ലേ. അത് ലെറ്റ്സ് സേ നമുക്ക് വി വെക്റ്റർ എന്ന് തന്നെ പറയാം. എ ഇൻറ്റു എക്സ് ചെയ്ത് കിട്ടുന്ന വെക്റ്റർ വി വെക്റ്റർ ആണെങ്കിൽ ഈ എക്സിനെ നമ്മളൊരു സ്കെയിലാർ വാല്യൂ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതേ വെക്റ്റർ നമുക്ക് കിട്ടുവാണെങ്കിൽ ഈ ലാംഡ എന്ന് പറയുന്നത് ഈഗൻ വാല്യൂ എന്നും ഈ എക്സ് എന്ന് പറയുന്നത് ഈഗൻ വെക്റ്ററും ആകും. ഓക്കെ, ബേസിക്കലി ഈ ഒരു ഡെഫിനേഷൻ തന്നെയാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അതായത് നമുക്ക് ലാംഡ എന്ന് പറഞ്ഞൊരു സ്കെയിലാർ വാല്യൂ കൊണ്ട് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വെക്റ്റർ, അതിൻ്റെ ആ വെക്റ്റർ എന്താണെന്ന് പറയുന്നത് എന്താണ്, അതായത് ഈ ലാംഡ വാല്യൂ എന്താണ് ഇവിടെ ബേസിക്കലി സ്കെയിലിംഗ്, അതായത് എക്സിനെ സ്കെയിൽ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിച്ച് കിട്ടുന്ന വെക്റ്ററാണ് വി വെക്റ്റർ. അപ്പം എക്സിനെ സ്കെയിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ, റൊട്ടേഷൻ ഒന്നും ചെയ്തിട്ടില്ല, മനസ്സിലായോ. എക്സിന് വേറെ ഒരു ഓപ്പറേഷൻ നമ്മൾ ചെയ്തില്ല, എക്സ് ഒരിക്കലും റൊട്ടേറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് അത് സ്കെയിൽ ചെയ്യുന്നേ ഉള്ളൂ. അതായത് ഒരു എക്സ് എന്ന ഒരു റിയൽ നമ്പറോ കൊണ്ട് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ വെക്റ്റർ കിട്ടും. ആ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, എക്സിനെ വലുതാക്കിയോ ചെറുതാക്കിയോ ചെയ്തതാണ് അല്ലേ. ഈ ലാംഡ എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്, വലുതാക്കിയോ ചെറുതാക്കിയോ എന്താ ചെയ്തു, അതങ്ങനെ കിട്ടിയ വെക്റ്ററാണ് വി വെക്റ്റർ. അപ്പോൾ ഇവിടെ ആ സ്കെയിലിംഗ് വാല്യൂ എന്ന് പറയുന്ന ആ സ്കെയിലർ വാല്യൂ എന്ന് പറഞ്ഞ ലാംഡ എന്താണ്, നമ്മുടെ ഈഗൻ വാല്യൂ ആണ്. അതേ കാര്യം തന്നെയാണ് ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അതായത് എ ഇൻറ്റു എക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന വെക്റ്റർ നമുക്ക് എക്സിനെ വേറൊരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതേ വെക്റ്റർ കിട്ടുവാണെങ്കിൽ ആ ലാംഡ എന്ന് പറയുന്ന വാല്യൂ എന്താണ്, ആ സ്കെയിലാർ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഈഗൻ വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ ആ എക്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഈഗൻ വെക്റ്റർ. അങ്ങനെ ഒരു ലാംഡ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എക്സ് എന്ന് പറയുന്നത് ഈഗൻ വെക്റ്ററാണ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഒരു റിട്ടൺ ഡെഫിനിഷൻ നോക്കാം, കുറച്ചുകൂടെ ക്ലിയർ ആവും. സോ നമ്മുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇതാണ്. ബേസിക്കലി നമുക്ക് ഒരു വെക്റ്ററുണ്ട് എക്സ്, ആ വെക്റ്റർ നോൺ സീറോ ആയിരിക്കും. അതേപോലെ ഒരു എ എന്ന് പറഞ്ഞൊരു മാട്രിക്സ്, സ്ക്വയർ മാട്രിക്സ്, അതിൻ്റെ ഈഗൻ വാല്യൂ എന്ന് പറയുന്നത് ലാംഡ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്യുന്ന റിലേഷൻ എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ്. എപ്പോഴാണ് ഈ എക്സ് എന്ന് പറയുന്ന സംഭവം നോൺ സീറോ ആയിരിക്കും, അത് എ ഇൻറ്റു എക്സ് ക്രിയേറ്റ് ചെയ്യുന്ന വെക്റ്ററും ലാംഡ ഇൻറ്റു എക്സ് ക്രിയേറ്റ് ചെയ്യുന്ന വെക്റ്ററും സെയിം ആണെങ്കിൽ അതെന്ത് ചെയ്യണം, എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഈഗൻ വെക്റ്ററും ലാംഡ എന്ന് പറയുന്നത് അതിൻ്റെ ഈഗൻ വാല്യൂ ആയിരിക്കും. ആ ബേസിക് ഡെഫിനേഷനാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിനെ വേറൊരു രണ്ട് പേരിൽ വിളിക്കും. നമ്മൾ ഈഗൻ വെക്റ്ററിനെ ക്യാരക്ടറിസ്റ്റിക് വെക്റ്റർ എന്നും ഈഗൻ വാല്യൂവിനെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്നും വിളിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, നമ്മൾ ഈഗൻ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ എഴുതേണ്ടി വരും. അതായത് നമ്മൾ ഫോർമുല എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ ഒരു n/n സ്ക്വയർ മാട്രിക്സ് ആയിരിക്കുമല്ലോ. അപ്പം എ ഇൻറ്റു എക്സ് ഈക്വൽ ലാംഡ എക്സ്. അപ്പോൾ ലാംഡ ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക, എ എക്സ് മൈനസ് ലാംഡ എക്സ് ഈക്വൽ ടു 0. ഇതിൽ നിന്ന് എക്സ് കോമൺ ആയിട്ട് എടുക്കുക, എ മൈനസ് ലാംഡ ഐ. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ മാട്രിക്സ് അതുകൊണ്ടാണ് നമ്മൾ ഐയും കൂടെ ലാംഡയുടെ കൂടെ ചേർക്കുന്നത്. എ മൈനസ് ലാംഡ ഇൻറ്റു എക്സ്. ഈ ലാംഡ എന്ന് പറയുന്നത് സ്കെയിലർ വാല്യൂ ആണ്, അത് മാട്രിക്സ് അല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഐയും കൂടെ എക്സിനെ നമ്മൾ കോമൺ ആയിട്ട് വെളിയിൽ എടുക്കുമ്പോൾ അതിൽ ഇവിടെ ഐ ഉണ്ട്, പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. എ ഇൻറ്റു ഐ എന്ന് പറയുന്നത് എ തന്നെയാണ്, അതുകൊണ്ടാണ് നമ്മൾ അവിടെ എഴുതാത്തത്. ഓക്കെ, എക്സിനെ നമ്മൾ കോമൺ ആയിട്ട് വെളിയിലെടുത്തപ്പോൾ അവിടെ ഐ ഉണ്ട്, പക്ഷേ നമ്മളത് ഈസ് ഓഫ് കൺവീനിയൻസിന് വേണ്ടി എഴുതിയില്ലെന്നുള്ളൂ. അപ്പം എ ഇൻറ്റു എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം മാട്രിക്സ് ആണ്. ഓക്കെ, ഇതൊരു ഇപ്പോൾ എന്താണ്, ഹോമോജനസ് ലീനിയർ സിസ്റ്റം ആയിട്ട് മാറിയില്ലേ. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യണം, ഈഗൻ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബേസിക്കലി എ മൈനസ് ലാംഡ ഐയുടെ ഡിറ്റർമിനൻറ്റ് ചെക്ക് ചെയ്താൽ മതി. ഈക്വൽ ടു 0 ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇനി നമ്മളൊരു ചെറിയൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അതായത് എ എന്ന് പറഞ്ഞ മാട്രിക്സ് 3 2 1 2. ഓക്കെ, ഇത് നമ്മൾ എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0, ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 ഫോർമാറ്റിൽ എഴുതുക. അപ്പോൾ എന്ത് ചെയ്യണം, എ മൈനസ് ലാംഡ ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ 1 0 0 1 അല്ലേ.
എന്ന് പറയുമ്പോൾ ലാംഡ 0 0 ലാംഡ. ഓക്കെ, ഈ മെട്രിക്സിനെ എടുത്തിട്ടാണ് എ ആയിട്ട് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. എ ആയിട്ട് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ മെട്രിക്സ് എങ്ങനെ വരും? 3 മൈനസ് ലാംഡ 2 1 2 മൈനസ് ലാംഡ. ഓക്കെ, ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് അതായത് 3 2 1 2 എന്ന് പറയുന്നത് നമ്മൾ എ മെട്രിക്സിന് ലാംഡ ആയി കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുന്നത്. ലാംഡ 0 0 ലാംഡ. അത് അങ്ങനെ കിട്ടിയ റിസൾട്ടാണ് ഈ കിടക്കുന്നത്. ഓക്കെ, ഇഫ് യു ഡോണ്ട് നോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എന്ത് ചെയ്യണം? എ മൈനസ് ലാംഡ ഐയുടെ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 0 ആക്കി കഴിയുമ്പോഴാണ് നമുക്ക് എന്താ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടുന്നത്. ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആണ് നമ്മുടെ എന്താ ഈഗൻ വാല്യൂസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമ്മൾ ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ ഞാനൊന്ന് ഫാസ്റ്റായിട്ട് എഴുതുകയാണ്. അപ്പോൾ ലാംഡ സ്ക്വയർ മൈനസ് 5 ലാംഡ പ്ലസ് 4. ഇതിപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയല്ലോ. അപ്പോൾ ഇതിൻ്റെ ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിയുമ്പോൾ ലാംഡ മൈനസ് 1 ഇൻറ്റു ലാംഡ മൈനസ് 4. ഓക്കെ, ഇത് സിമ്പിൾ ഫാക്ടറൈസേഷൻ ആണ്. അതായത് ഈ ഒരു വാല്യൂ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. ഈ രണ്ട് വാല്യൂ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ വാല്യൂ കിട്ടും. ഓക്കെ, -1 ഇൻറ്റു -4 പ്ലസ് 4 -1 പ്ലസ് -4 -5. ഓക്കെ, അപ്പോൾ നമ്മൾ ലാംഡ എന്ന് പറയുന്നത് എന്താണ്? 1 ഉം 4 ഉം. ഇത് രണ്ടുമാണ് നമ്മുടെ ലാംഡ വാല്യൂസ്. അപ്പോൾ നമ്മൾ ഈഗൻ വെക്റ്റേഴ്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? എ മൈനസ് ലാംഡ ഐനെ നമ്മൾ എക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? ഈക്വൽ ടു 0. അതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഈ ഈഗൻ വാല്യൂസും എടുത്ത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം എ മൈനസ് ഞാൻ ആദ്യം 1 എന്ന് പറയുന്ന ഈഗൻ വാല്യൂ ആണ് എടുക്കുന്നത്. അപ്പോൾ 1i. അപ്പോൾ 1i എന്ന് പറയുമ്പോൾ i n ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 അങ്ങനെ വരും. അതായത് എ മൈനസ് ഐ ആണ് ഈ കിടക്കുന്നത്. എ മൈനസ് ഐ ആണ് ഈ മാട്രിക്സ്. അത് എക്സ് ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 ഇങ്ങനെ 2 2 1 1 എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു മാട്രിക്സ് കിട്ടും. ഓക്കെ, ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. അപ്പോൾ ഇനി നമുക്ക് ഈ വെക്റ്റർ എക്സ് എന്ന് പറഞ്ഞ വെക്റ്റർ കണ്ടുപിടിക്കണമെങ്കിൽ ഇനി ഇത് ബേസിക്കലി നമ്മുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന പോലെ തന്നെയാണ്. നമ്മൾ ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന പോലെ തന്നെ. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ആദ്യം ഫണ്ടമെൻ്റൽ ബേസ് നമ്മൾ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം നമ്മൾ റെഡ്യൂസ്ഡ് റോയ്ച്ചലോൺ ഫോർമാറ്റിലൊക്കെ ആക്കി നമ്മുടെ ബേസിക് വേരിയബിൾസും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ ഇതിനെ റെഡ്യൂസ്ഡ് റോയ്ച്ചലോൺ ഫോർമാറ്റ് പെട്ടെന്ന് ആക്കാൻ പറ്റും. അതായത് ഫസ്റ്റ് റോയിനെ സ്കെയിൽ ചെയ്ത് 1 1 ആക്കുക. 1 1 1 1. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റിപ്പീറ്റഡ് റോസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഒരു റോയിനെ കളയുക. അപ്പോൾ 1 1 കളഞ്ഞ് ഞാൻ താഴെയുള്ള 0 ഒരെണ്ണത്തിനെ 0 ആക്കി കംപ്ലീറ്റ്ലി. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യണം? RRE ഫോർമാറ്റാണ്. ഓക്കെ, പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇതിവിടെ ബേസിക് വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡയഗണൽ എലമെൻറ്റ്സ് ആണല്ലേ ബേസിക് വേരിയബിൾ എന്ന് പറയുന്നത്. ബേസിക് വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആണ്. സോറി, ബേസിക് വേരിയബിൾ എന്ന് പറയുന്നത് എക്സ് ആണ്. ഓക്കെ, നമുക്ക് നമ്മുടെ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ XYZ അല്ലേ? ഓക്കെ, സോറി XYZ അല്ല XY. നമുക്ക് 2/2 മാട്രിക്സ് ആണല്ലോ, XY ആണ്. അപ്പോൾ എക്സ് ബേസിക് വേരിയബിളും വൈ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. ഇൻഡിപെൻഡൻറ്റ് അല്ലെങ്കിൽ ഫ്രീ വേരിയബിളാണ്. ഓക്കെ, അപ്പം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0. അപ്പോൾ ഇതിന് തന്നെ നമുക്ക് ഇനി ആൽഫയും ബീറ്റയും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഇതിന് ഡയറക്റ്റ് ആയിട്ട് തന്നെ എക്സ് ഈക്വൽ ടു -1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. എക്സ് അതായത് ഇത് ഈവൻ ഇഫ് നമ്മൾ വൈന് ആൽഫ എന്ന് പറഞ്ഞ വാല്യൂ എടുത്താൽ എക്സ് ഈക്വൽ ടു -α. ഇനി ഇതിൽ നിന്നും ആൽഫേനെ കോമൺ ആയിട്ട് വെളിയിലെടുക്കുമ്പോൾ എക്സ് -1 തന്നെ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എക്സ് ഈക്വൽ ടു -1. അപ്പോൾ നമ്മൾ -1 1 ഇതാണ് നമ്മുടെ എന്ത് ചെയ്യണം? നമ്മുടെ ബേസിസ് ഫോർമാറ്റിൽ തന്നെ കിട്ടി അല്ലേ? ബേസിസ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ എന്താണ്? ഈഗൻ വെക്റ്റർ. ലാംഡ ഈക്വൽ ടു 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോർ ലാംഡ ഈക്വൽ ടു 1. ലാംഡ ഈക്വൽ ടു 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൻ വെക്റ്ററാണ് ഈ എക്സ് എന്ന് പറയുന്നത്, ഈ ഒരു വെക്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് 2 ഈഗൻ വാല്യൂസ് ഉണ്ടായിരുന്നല്ലോ. അത് ഒന്ന് ലാംഡ ഈക്വൽ ടു 1 ഒന്ന് ലാംഡ ഈക്വൽ ടു 1 ലാംഡ ഈക്വൽ ടു 4 അല്ലേ? ഇനി ലാംഡ ഈക്വൽ ടു 4 കണ്ടുപിടിക്കണം. അപ്പം എ മൈനസ് 4i ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. അപ്പം എ മൈനസ് 4i ചെയ്യുമ്പോൾ നമുക്ക് -1 2 1 -2. ഓക്കെ, ഇത് ഈ നമ്മുടെ എ എന്ന് പറഞ്ഞ മാട്രിക്സിന് ഇവിടെ 1 ഈ 1ന് വരെ ഇനി 4 സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ 4 സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്താൽ നമുക്ക് 3 -1 3 -4 -1 2 1 -2 എന്ന് പറഞ്ഞാൽ മാട്രിക്സ് കിട്ടും. പിന്നെ ഇതിനെ എന്ത് ചെയ്യണം? നമ്മൾ റെഡ്യൂസ്ഡ് RRE ഫോർമാറ്റിലേക്ക് മാറ്റണം. RRE ഫോർമാറ്റിലേക്ക് മാറ്റാൻ R2 ചേഞ്ചസ് ടു R2 - R1. അപ്പോൾ -1 2 0 0.
ഓക്കെ, അപ്പോൾ റെഡ്യൂസ് റോ എച്ചലോൺ ഫോർമാറ്റിലേക്ക് നമ്മൾ മാറ്റണം. ഓക്കെ, അപ്പം ബേസ് ചെയ്യുക നമ്മുടെ ഏഗൻ വെക്റ്റേഴ്സ് ഏഗൻ വാല്യൂസിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, ലാംഡ വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാം, ലാംഡ വാല്യൂസ് അതായത് ഏഗൻ വെക്റ്റേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു.